ഹായ് ഗായ്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ മുഖ്യമായൊരു വിഷയമാണ്. അത് നമ്മളായി നിൽക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും അവരായി നിൽക്കാൻ പറ്റില്ല. ചിലവർ മറ്റുള്ളവരെ കണ്ട് ആശ്രയിക്കും, ചിലവർ അവരുടെ മാതാപിതാക്കൾ കണ്ട് ആശ്രയിക്കും, ചിലർ അവരുടെ കൂട്ടുകാരെ കണ്ട് ആശ്രയിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും അവരാവാൻ പറ്റില്ല. മറ്റുള്ളവരാവാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അവരാവാൻ അവരുടെ ഉള്ളിൽ എന്താണ് സന്മനസ്സിലുള്ളത് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്കുള്ളത് ലാലേട്ടൻ, നമുക്കറിയാലോ, മോഹൻലാൽ, മമ്മൂട്ടി, അവരൊക്കെയാണ് നമ്മൾ മലയാളികൾ ആരാധിക്കുന്നത്. പക്ഷേ അവരുടെ സ്റ്റൈലും അവരുടെ സീക്വൻസും അവരുടെ വോയിസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാം, നമ്മളവരെ പോലെ ആയാലോ, ഇങ്ങനെ ശരിയാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളാണ് നഷ്ടപ്പെടുന്നത്. ഇങ്ങനത്തെ കുറേ ആൾക്കാരെ കണ്ട് നമ്മൾ നഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ അവർ ആരാധിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞാൽ, ആരാധിക്കണം, പക്ഷെ നമ്മളായി ജീവിക്കണം. കാരണം നമ്മളായി ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ, ചില ആൾക്കാർ അത് ഇഷ്ടപ്പെടില്ലായിരിക്കും, ചില ആൾക്കാർ അത് ഇഷ്ടപ്പെടും. ഇറ്റ്സ് ലൈക്ക് ഓൾ ഇൻ ഓർ നത്തിങ്. പക്ഷെ എൻ്റെ ഡേ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു തൃപ്തി, അത് വേറെയും കിട്ടത്തില്ല. സത്യം ഞാൻ വരുന്നതിൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ ബോഡി ബിൽഡർ ആവും, ആർണോൾഡ് ഷ്വാറ്റ്സനെഗർ പോലെ, അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ പോലെ ഇങ്ങനെ സ്റ്റാറായി വളരും, എങ്കിൽ ലാലേട്ടൻ പോലെ മീശ പിരിച്ച് വളർന്നു, അങ്ങനത്തെ ഒക്കെ കുറേ വ്യാഖ്യാനങ്ങളിൽ മനസ്സിലായി. ഇറ്റ്സ് ലൈക്ക് ഇമാജിനേഷൻസ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് വെച്ച് ഞാൻ എവിടെ എത്തിയിട്ടില്ല. സോറി ഗൈസ്, കുറച്ച് ഡിസ്ട്രാക്ഷൻ ഉണ്ടായി. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, മീശ പിരിക്കുന്ന പോലെ അങ്ങനെ നമുക്ക് ആവാൻ പറ്റില്ല. നമ്മൾ എത്ര ആൾക്കാരുടെ സ്റ്റൈലിൽ നമ്മൾ കോപ്പി അടിച്ചാലും, എത്ര ആൾക്കാരുടെ സ്റ്റൈലിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യാലും, നമുക്കുണ്ട് ആ സോളിനുള്ളിൽ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈല് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വേറെ നമുക്കൊരു ഓപ്ഷനേ ഇല്ല. സത്യം ഞാൻ പറയുന്നത് അനുഭവമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുടെ ബൈക്കിൽ നിന്ന് അടിപൊളിയായിരിക്കും, വീഡിയോ എഡിറ്റിംഗിൽ നിന്ന് അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്റ്റൈല് പോലെ നിൽക്കണം എന്ന് കുറെ ആഗ്രഹിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യം. നമ്മളത് തോറ്റുപോകത്തുള്ളൂ, നമ്മൾ തൊപ്പിയിട്ട് തിന്നിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മളായി ജീവിക്കാം. മറ്റുള്ളവർ വേണ്ടി നമ്മളായി മാറ്റരുത്. ഇറ്റ്സ് ലൈക്ക് when you please people, you are trying to fade the parts of yourself that you are allowed to express. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം, നമ്മളായി നിൽക്കുക. മാക്സിമം നമ്മളായി നിൽക്കുക. ഒരാളും നമ്മളോട് ചേഞ്ച് ചെയ്യാനോ അവർ സ്റ്റൈലിൽ പോലെ നിൽക്കാനോ പറയരുത്. നമ്മൾ എത്ര മിസ്റ്റേക്സ് ഉണ്ടായാലും, എത്ര തെറ്റുണ്ടായാലും നമ്മളായി ജീവിക്കണം. ബിക്കോസ് യു ഹാവ് ദ എബിലിറ്റി ടു ബി യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ ഡു എവറിത്തിങ്. ദ ഷർട്ട് സേസ് യുവർ ദോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടേക്ക് കെയർ.